ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം പ്രസാദിക്കുന്ന രണ്ട് തീരുമാനങ്ങൾ, രണ്ട് വാക്യങ്ങൾ. ശീമോൻ പത്രോസ് യേശുവിനോട് പറയുകയാണ്, നാഥ, ഒന്ന് യേശുവിനെ വിളിച്ചത് തന്നെ ലോർഡ്. നാം ഈ ജീവനുള്ള ദൈവത്തെ നമ്മുടെ ലോർഡായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ ഉടയവനായി, എല്ലാറ്റിലും വിലയുള്ളവനായി നമുക്ക് കാണാൻ കഴിയണം. അതൊരു വലിയ കണ്ണുകാഴ്ചയാണ്. പുറമേ കണ്ണുകാഴ്ച ഉള്ളവർക്ക് പോലും ആന്തരികമായ ഇത്തരണത്തിലുള്ള കണ്ണുകാഴ്ചകൾ കുറവാണ്. യേശു മറ്റ് പല വിശുദ്ധന്മാരിൽ ഒരാളെന്ന് ചിന്തിക്കുന്നവരുണ്ട്. യേശു പ്രവാചകന്മാരിൽ ഒരുവനെന്ന് ചിന്തിക്കുന്നവരുണ്ട്. യേശു ഒരു സഹരക്ഷകനാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാം തെറ്റായ ചിന്തകൾ, എല്ലാം മാനുഷികമായ ചിന്തകൾ, ജഡീകമായ ചിന്തകൾ. യേശു വ്യത്യസ്തനാണ്. യേശു ആരിലും ഉന്നതനാണ്. ഹീ ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ് ആൻഡ് ഹീ ഈസ് ദ കിങ് ഓഫ് കിങ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു ദൈവാലയത്തെക്കാൾ വലിയവനാണ്. യേശു വിശുദ്ധന്മാരെക്കാൾ വലിയവനാണ്. യേശു സ്വർഗത്തെക്കാളും വലിയവനാണ്. പിന്നെ എന്തു പറയാൻ? യേശുവിനൊപ്പം പറയാൻ ആരുമില്ല. യേശുവിനെ പോലെ ആരാധ്യൻ ആരുമില്ല. കർത്താവിന് സ്തോത്രം. യേശു ആയിരങ്ങളിലും 10,000-ങ്ങളിലും സുന്ദരനാണ്. യേശുവിനൊപ്പം പറയാൻ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അതാണ് യേശു. യേശുവിനെ ഇത്രയും പ്രഷ്യസ് ആയിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണോ നിങ്ങൾ യേശുവിനെ കാണുന്നത്? അതോ ഇരിക്കട്ടെ, യേശുവിൻ്റെ അടുക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാം, മറ്റു പലരുടെ അടുക്കൽ പ്രാർത്ഥിക്കാം. അതല്ല പ്രിയ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കൾ പ്രത്യേകാൽ ഞങ്ങൾ തിരുവചനത്തെ അടിസ്ഥാനമാക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ബൈബിൾ എന്തു പറയുന്നു? വാട്ട് സ്ക്രിപ്ചർ സേസ്. കർത്താവിന് സ്തോത്രം. ആളുകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും. ഉന്നതരായ ആളുകൾ, ഉപദേഷ്ടാക്കന്മാര്, ഒത്തിരി ആളുകൾ ഒത്തിരി കാര്യങ്ങൾ പറയും. പക്ഷേ ദൈവവചനം അത് ദൈവനിശ്വാസീയമാണ്. ദൈവവചനം അത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. ദൈവവചനം അത് സമ്പൂർണ്ണ സത്യമാണ്. ദൈവത്തിൻ്റെ വചനം അതിൽ മാറ്റം വരുത്താൻ ഒന്നുമില്ല, കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. പൂർണ്ണതയുള്ള ഒരു ബുക്കാണ് ബൈബിൾ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ജീവിക്കുക. ഇവിടെ പത്രോസ് പറയുകയാണ്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. തന്നെത്താൻ എളിമപ്പെടുത്തുന്നു. അത് നാം ചിന്തിച്ചതാണ്. പിന്നീട് പത്രോസ് പറയുകയാണ്, എങ്കിലും ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജനിച്ച കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ അധ്വാനിച്ചിട്ടും ഒരു ഉയർച്ചയും കിട്ടാത്തവർ ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതൽ കഷ്ടതയുടെ പരമ്പരകൾ, ഓർമ്മ വെച്ച കാലം മുതൽ ദുഃഖത്തിൻ്റെ ഓർമ്മകൾ മാത്രം, ജീവിതം തന്നെ ദുഃഖത്തിൻ്റെ പര്യായമായി ജീവിച്ച അനേകര്, കുടുംബം മാത്രമല്ല ഹൃദയവും നരകതുല്യമായി ജീവിച്ച ആളുകൾ. ഇതുവരെ ഒരു ഉയർച്ച കിട്ടിയിട്ടില്ല, ആത്മീയമായും ഭൗതികമായും. അങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നിരാശപ്പെട്ട് ഭാരപ്പെട്ട് തകർന്ന ഹൃദയങ്ങൾ ആരെങ്കിലും ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിൻ്റെ വാക്ക് കേട്ടിട്ട് ഇനി ഒന്നുകൂടെ പരിശ്രമിച്ച് നോക്കൂ. പരീക്ഷയിൽ തോറ്റുപോയവരുണ്ടോ? മോനെ, പ്രിയ യൗവനക്കാരാ, പ്രിയ മകളെ, നീ പരീക്ഷയിൽ പലവട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടും തോറ്റുപോയോ? ഇനി ദൈവവചനം അനുസരിച്ചിട്ട് കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ടൊന്ന് പോയി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഒന്ന് എഴുതി നോക്കൂ. കാണാം
സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തുന്നത്. മോനെ, നീ സാമ്പത്തിക മേഖലയിൽ പരാജയപ്പെട്ടവനാണോ? നീ യേശുവിൻ്റെ വചനപ്രകാരം, വചനം എന്തു പറയുന്നു, ആ വചനപ്രകാരം നീ ഒന്ന് ജീവിച്ചു നോക്ക്. കർത്താവിന് സ്തോത്രം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണത്തിൻ്റെ കാര്യം, നമ്മുടെ ജീവിതക്കാര്യം, നമ്മുടെ റിലേഷൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, ചിന്ത എങ്ങനെയായിരിക്കണം, വികാരം എങ്ങനെയായിരിക്കണം, ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, എല്ലാം തിരുവചനത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ സാമ്പത്തികമായ മേഖലകളിൽ ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം അത് ചെറുതാകട്ടെ, നിങ്ങൾ എത്രത്തോളം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? ഞാൻ ദൈവവേലയ്ക്ക് 19-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് അന്ന് മുതൽ കർത്താവിനെ സാക്ഷിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു എളിയ ദേവദാസനാണ്. 55 വയസ്സായി എനിക്ക്. നാളെ ഇതുവരെ ഞാൻ ഒരാളോട് പോലും ഒരു പൈസ ചോദിച്ചിട്ടില്ല. മരിക്കുന്നതുവരെയും ദൈവവേലയ്ക്ക് വേണ്ടി ഒരാളോട് ഒരു പൈസ ചോദിക്കുകയുമില്ല. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആർക്കും മാറ്റാൻ കഴിയുകയില്ല. ഞാൻ മാനസാന്തരപ്പെട്ട അന്ന്, ആ കാലങ്ങളിൽ എൻ്റെ ശമ്പളം 3500 രൂപയായിരുന്നു. അതിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പല ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു ദശാംശം കൊടുക്കണമെന്ന്, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു ഓഹരി കൊടുക്കണമെന്ന്. ദശാംശത്തെക്കാൾ മിക്കവാറും വലുതായിരിക്കും ഓഹരി. മിക്കവാറും അംഗസംഖ്യ കുറവുള്ള വീടുകളിൽ ഓഹരിയായിരിക്കും വലുത്. ഞാൻ അന്ന് ആദ്യം 3500 രൂപ കിട്ടി. മുഴുവൻ രൂപയും, ഒരു രൂപ പോലും അതിൽ നിന്ന് ബാക്കി വയ്ക്കാതെ മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. പിന്നീട് തുടർന്നുള്ള മിക്കവാറും മാസങ്ങളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3500-ൻ്റെ 10% 350 രൂപയാണ്, ഇല്ലേ? നിങ്ങൾക്കറിയാം. പക്ഷേ പല മാസങ്ങളിൽ ഞാൻ 1000 രൂപ കർത്താവിൻ്റെ വേലയ്ക്ക് മാറ്റിവെച്ചു. ഞാൻ പറയുന്നത് പൈസ കൊടുത്ത് കർത്താവിനെ വാങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പണം കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്ന കാര്യവുമല്ല പറഞ്ഞത്. പക്ഷെ വചനം അറിയുകയില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഒരു നന്മയ്ക്കും കുറവില്ലാതെ കർത്താവിനെ നടത്തി. എൻ്റെ യേശു എന്നെ കണ്ടെത്തിയ കാലം മുതലാണ് എൻ്റെ ദാരിദ്ര്യം മാറിയത്, എൻ്റെ നിരാശ മാറിയത്, എൻ്റെ പണത്തിൻ്റെ ഞെരുക്കം മാറിയത്. അതിനുശേഷം കൃപയാൽ എനിക്ക് ലഭിച്ച, എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ ലഭിച്ചതായ ശമ്പളം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്തി. എൻ്റെ സ്വന്തം വിവാഹത്തിനുള്ള മുഴുവൻ ചെലവുകൾ, എനിക്ക് സ്വന്തമായി വീട് പണിയുവാൻ, അതിന് സ്ഥലം വാങ്ങാൻ, വാഹനങ്ങൾ വാങ്ങാൻ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, എന്തെല്ലാം കാര്യങ്ങൾ. അതിലേറെ ദൈവവേലയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ഇടം കൈ ചെയ്യുന്നത് എന്തെന്ന് വലം കൈ അറിയാതെ ചെയ്യുവാൻ എല്ലാം കർത്താവ് എന്നെ സഹായിച്ചു. കരയുന്നവരുടെ കണ്ണുനീരൊപ്പുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ തന്നു. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ സന്തോഷവാനാണ്, സംതൃപ്തനാണ്, കൃതാർത്ഥനാണ്. ഒന്നിനും കുറവില്ലാതെ കർത്താവ് നടത്തി. കുറവുകൾ വന്നിട്ടുണ്ട്. ബാങ്കിലെ 0 ബാലൻസായ അവസരങ്ങൾ ഒത്തിരി എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. പക്ഷേ ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ മുടങ്ങാൻ കർത്താവ് വരുത്തിയില്ല. എൻ്റെ കർത്താവിന് മഹത്വത്തിനാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം, ഇന്ന കാര്യം മുടങ്ങിയെന്ന് ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എനിക്ക് പറയാനില്ലാതെ വണ്ണം എൻ്റെ കർത്താവിനെ നടത്തി. അതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. പണം കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങാമെന്നോ, പണം കൊടുത്ത് ദൈവത്തിന് അനുഗ്രഹം വാങ്ങാമെന്നല്ല. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, നിർബന്ധത്താൽ അല്ല പ്രിയരെ. എൻ്റെ യേശു അന്ന് ആ ഭണ്ഡാരത്തിൽ, ആ പാവപ്പെട്ട വിധവ, അവൾ ആ ഭണ്ഡാരത്തിൽ എല്ലാവരും ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അവൾ ഇടുകയായിരുന്നു. കർത്താവ് അത് ശ്രദ്ധിച്ചു. ധനവാന്മാർ വന്നു, അവരവരുടെ ഉള്ളതിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ടു, വലിയ തുകയൊക്കെ ഇട്ട് കാണും. പക്ഷേ ആ വിധവ വന്നപ്പോൾ അവളുടെ കയ്യിൽ ഇച്ചിരി ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അവൾ ഓർത്തു, ഈ ഇച്ചിരിയിൽ നിന്ന് ഒരു കുറച്ചെടുത്താൽ പിന്നെ എന്ത് ബാക്കിയുണ്ടോ? ഒന്നുമില്ല, മുഴുവൻ ഇട്ടേക്കാം. അതൊരു വിശ്വാസമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ എൻ്റെ ദൈവം എന്നെ നിറയ്ക്കുമെന്നുള്ള വിശ്വാസം. കർത്താവ് അത് കണ്ടു. അതേ, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോഴും കാണുന്നൊരു ദൈവമുണ്ട്, അത് നോട്ട് ചെയ്യുന്നൊരു ദൈവമുണ്ട്, അത് കുറിച്ചിടുന്നൊരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങൾ രണ്ടുപേരും വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലാണ് ജനിച്ചത്.
എൻ്റെ പ്രിയ ഭാര്യ MSc വരെ പഠിച്ചു. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടി. ആദ്യത്തെ ജോലിക്ക് കിട്ടിയ രൂപ 550 രൂപ, 560 രൂപ. അന്ന് ചോർന്നൊലിക്കുന്ന വീട്. സാലി തന്നെ ഒരുപാട് പ്രാവശ്യം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ചാനലിൽ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പറയും. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ പ്രാർത്ഥനായോഗത്തിന് വരുന്ന പലരും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും ദൈവം അനുവദിച്ചാൽ. സാലിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകൾക്ക് കിട്ടുന്ന ആദ്യത്തെ ശമ്പളം, സാലിയാണ് വീട്ടിലെ മൂത്തത്, അന്ന് 550 രൂപ ശമ്പളം കിട്ടി. എന്തുണ്ട് 550 രൂപ? വീട്ടുകാർ കാത്തിരിക്കുന്നു, എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രിയ ഭാര്യ, ഞങ്ങളത് വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹത്തിന് ശേഷം പറഞ്ഞ കാര്യമാണത്. സാലി അന്ന് സ്വന്തം ജീവിതത്തിൽ ഒന്നും മാറ്റാതെ അതിൽ നിന്നും 100 രൂപ കർത്താവിൻ്റെ വേലയ്ക്ക് മാറ്റി. 10% എന്ന് പറഞ്ഞാൽ, ദശാംശം എന്ന് പറഞ്ഞാൽ 56 രൂപയേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ കൊടുത്തു. ഞങ്ങളുടെ വിവാഹം നടന്നത് രാജകീയമായിട്ട് കർത്താവ് നടത്തി. അനേകം ദൈവമക്കളും സാലിയുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കൂടെ പഠിച്ചവരും സ്വന്തക്കാരും ബന്ധക്കാരും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും നാട്ടിലുള്ളവരും കൂട്ടായ്മയിലുള്ളവരും അങ്ങനെ അനേകർ വന്നുകൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും ദൈവം കുറയ്ക്കുകയില്ല. കർത്താവിൻ്റെ നാമത്തിൽ അതൊരു വിശ്വാസമാണ്. ദൈവത്തിന് ആരുടെയും പണം വേണ്ട. സർവസമ്പന്നനായ ദൈവത്തിന് നമ്മുടെ കൊച്ചു പൈസ കിട്ടിയിട്ട് വേണമോ? പക്ഷേ ദൈവത്തിന് അറിയണം, മോനെ, നിന്റെ വിശ്വാസം, നിന്റെ ഡെഡിക്കേഷൻ, നിന്റെ സമർപ്പണം കർത്താവ് നോക്കും. ഇന്നയോളം എൻ്റെ കർത്താവിന് 38 വർഷം ഞാൻ ജോലി ചെയ്തു. ഈ 38 വർഷവും എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കോ എൻ്റെ കുടുംബ ആവശ്യങ്ങൾക്കോ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾക്കോ ചെലവഴിച്ചിട്ടുള്ളൂ. അഭിമാനം പറയുകയല്ല പറയലേ, എൻ്റെ യേശുവിനോടുള്ള സ്നേഹം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണ്. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നുവെന്ന് സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. എനിക്ക് എന്നോട് തന്നെ ഒരു അത്ഭുതം. ഈ നിസ്സാരനായ, ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാതിരുന്ന, ഒരു നല്ല വസ്ത്രം കൊടുക്കാനില്ലാതിരുന്ന, ഒന്നുമില്ലാതിരുന്ന പാവപ്പെട്ട എന്നെ എൻ്റെ കർത്താവ് ഇത്രത്തോളം ഉയർത്തി. കഴിഞ്ഞ 38 വർഷക്കാലം എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ ഒരു വലിയ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുവാൻ ഇടയായി. ഇപ്പോഴും ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. യേശു നല്ലവനല്ലേ? യേശു വിശ്വസ്തനല്ലേ? യേശു നല്ലവനല്ലേ പ്രിയരെ? ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങളുടെ ജീവിതമാണ് യേശുവിന് വേണ്ടത്. ജീവിതം കർത്താവിന് കൊടുക്കാതെ നിങ്ങൾ എന്ത് കർത്താവിന് കൊടുത്താലും കർത്താവ് പ്രസാദിക്കുകയുമില്ല. കർത്താവിന് സ്തോത്രം. ജീവിതം മുഴുവനായി യേശുവിന് കൊടുക്കുക, ഉള്ളത് മുഴുവൻ യേശുവിന് കൊടുക്കുക, നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുക, എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു വാങ്ങി ജീവിക്കുക. എന്തൊരു സന്തോഷമാണത്! എന്തൊരു സൗഭാഗ്യമാണത്! അത്ഭുതമായി, അതിശയമായി കർത്താവ് വഴി നടത്തുമെന്ന് എൻ്റെ അനുഭവത്തോട് നേരത്തെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാഹചര്യവശാൽ ഇത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാനിതൊന്നും പറയാനായിട്ട് ഒരുങ്ങി ഇതേ അല്ല. പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങളാരും ചിന്താക്കുഴപ്പത്തിലാകണ്ട. പക്ഷേ വചനം മാറുകയില്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഒരിക്കലും മാറുകയില്ല. വചനം പൂർണ്ണമായി അനുസരിക്കൂ. നിങ്ങളെ വലിയ അനുഗ്രഹത്തിലേക്ക് കർത്താവ് നടത്തും. അതിനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.